വിശുദ്ധ വേദപുസ്തകം ദൈവിക ഇടപെടലുകളുടെ ഒരു പുസ്തകമാണ്. അതിൻ്റെ അകത്ത് ദൈവം സംസാരിച്ചത്, ഇറങ്ങി വന്നത്, കൂടെ നടന്നത്, മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതികൾ, ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൻ്റെ അകത്ത് ദൈവം നിശബ്ദമായിരുന്ന ചില കാലഘട്ടങ്ങളുണ്ട്. ചെറിയ നാളുകൾ തുടങ്ങി ദീർഘവർഷങ്ങൾ ദൈവം ആരോടും ഒന്നും ഇടപെടാതെ, തൻ്റെ പ്രവാചകന്മാരിലൂടെ അരുളപ്പാടുകൾ അറിയിക്കാതെ മൗനമായിരുന്ന ചില കാലഘട്ടങ്ങളുണ്ട്. ദൈവശബ്ദം കേൾക്കാനും ദൈവിക കൂട്ടായ്മയിൽ ജീവിക്കാനായിട്ടും ആഗ്രഹിക്കുന്ന ഓരോരുത്തരും എന്തുകൊണ്ട് ദൈവം മിണ്ടാതെയിരുന്നു എന്നുള്ളത് നമ്മൾ പഠന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, ദൈവം എന്നോട് സംസാരിക്കുന്നില്ല, ദൈവം എന്നോട് ഇടപെടുന്നില്ല, ദൈവശബ്ദം എനിക്ക് കേൾക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഈ ദിവസങ്ങളിലെ തിരുവചന പഠനങ്ങളെല്ലാം തന്നെ അങ്ങനെയൊക്കെയുള്ളവർ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ, ബന്ധത്തിൽ അടുത്തു വരണമെന്നും അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ ദിവസങ്ങളിലെ തിരുവചന സന്ദേശങ്ങളിലൂടെയൊക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുവാനായിട്ട് ദൈവമേൽപ്പിച്ച ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എൻ്റെ ദൈവവചന ധ്യാനത്തിങ്കൽ 20 വർഷവും 7 മാസവും ദൈവം സംസാരിക്കാതിരുന്ന ഒരു കാലഘട്ടം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാൻ ആ ഭാഗത്തിൽ നിന്നുള്ള ദൈവവചന സന്ദേശം കേട്ടിട്ടുള്ളൂ. ഒരുപാട് വർഷങ്ങളായി അനേക ദൈവദാസന്മാരുടെ പ്രസംഗങ്ങളും ശുശ്രൂഷകളും ഒക്കെ കേട്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആരും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഒരുപക്ഷെ ആരും അതിനെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ല. ഞാൻ അത് നിങ്ങളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധാപൂർവം പ്രാർത്ഥനയോടെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുക. 20 വർഷവും 7 മാസവും ദൈവം മൗനമായിരുന്നു. ദൈവം മൗനമായിരുന്നു എന്ന് മാത്രമല്ല, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പച്ചലയും കത്രികയും പോലെ ദൈവശബ്ദം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഷാർപ്പായിട്ടുള്ള പ്രൊഫസി ഉള്ള ഒരു ദൈവദാസന കാലഘട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ ആ ഒരു ഫ്രെയിമിൽ പോലും കാണുന്നില്ല. അദ്ദേഹത്തെ പോലും കാണുന്നില്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയ ഒരു സംഭവം. അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് ചില ആലോചനകൾ, വളരെ ശക്തമായ ദൂതുകൾ അതിൻ്റെ അകത്തുനിന്ന് ദൈവം എനിക്ക് നൽകി തന്നു. അത് നിങ്ങൾക്കും ഗുണകരമായി തീരട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ സന്ദേശം ദൈവത്തിന് സ്തോത്രം നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 3-ാമത്തെ വാക്യം. അപ്പോൾ ശമൂവേൽ എല്ലാ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ അതെ, അവൻ നിങ്ങളെ ഫെലിസ്തരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. വളരെ ദീർഘമായ ഒരു വാക്യമാണ്. ആ വാക്യം മുഴുവൻ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, സമയത്തിന്റെ പരിമിതികൾ കൊണ്ട്. ഇവിടെ ശമൂവേലിന്റെ ഈ ഒരു സംസാരം, ശമൂവേൽ പ്രവാചകന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് 20 വർഷവും 7 മാസത്തിന് ശേഷം വന്നൊരു സ്റ്റേറ്റ്മെന്റാണ്. വേദപുസ്തകത്തിന്റെ അകത്ത് ദൈവം മൗനമായിരുന്ന, സംസാരിക്കാതിരുന്ന ഒരുപാട് സമയങ്ങളുണ്ട്, ചെറുതും വലുതുമായ സമയങ്ങൾ. ശമൂവേലിന്റെ തന്നെ 3-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ദുർലഭമായിരുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇടപെടലുകൾ വളരെ കുറഞ്ഞിരുന്ന ഒരു കാലം, ഒരു അന്ധകാരത്തിന്റെ കാലം. അത് ശമൂവേൽ പ്രവാചകന്റെ ആ ഒരു ബാല്യകാലത്ത് നടന്നൊരു കാര്യമാണ്. 2, മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിനും മത്തായി സുവിശേഷത്തിനും ഇടയിലുള്ള 400 വർഷത്തെ കാലഘട്ടത്തെ അറിയപ്പെടുന്നത് ഇന്റർ ടെസ്റ്റ്മെന്റൽ പീരീഡ് എന്നാണ്. അത് യഹൂദന്റെ ചരിത്രത്തിലെ അന്ധകാര യുഗമാണ്. ആ കാലഘട്ടത്തിൽ ദൈവം സംസാരിച്ചിട്ടില്ല. ദൈവിക ഇടപെടലുകൾ വളരെ വിരളമായിരുന്നു. ചരിത്രം പഠിക്കുന്നവർക്ക് നമുക്ക് മനസ്സിലാകും. പരീശന്മാരും സദൂക്യരും എസ്സേന്യരും അടക്കമുള്ള യഹൂദ സമൂഹത്തിലെ ഗ്രൂപ്പുകൾ ആ കാലത്തുണ്ടായവയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, യഹൂദന്മാർ ദൈവാശ്രയം വിട്ടുകളഞ്ഞ് വാളുകൾ എടുത്തുകൊണ്ട് മക്കാബിയൻ വിപ്ലവം പോലെയുള്ള വിപ്ലവങ്ങൾ അക്കാലത്ത് നടത്തി ഗ്രീക്കുകാരുമായിട്ടും മറ്റുമായിട്ടൊക്കെ വലിയ യുദ്ധത്തിൽ ഏർപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞത് വിട്ടുകളഞ്ഞ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ദൈവം മൗനമായിരുന്നു. പോകട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഈ ഒരു കാലത്തിന്റെ പ്രത്യേകത എന്താണ്?
20 വർഷം 7 മാസത്തോളം ദൈവം മൗനമായിരുന്നു. ദൈവം മൗനമായിരുന്നു എന്നുള്ളതിനേക്കാൾ എന്നെ ചിന്തിപ്പിച്ചത് വളരെ ശക്തനായ ഒരു പ്രവാചകൻ, ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിൽ ദൈവത്തിന് സ്തോത്രം, ദാൻ മുതൽ ബേർഷേബ വരെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ച ഒരു ദൈവദാസൻ, ആ ദൈവദാസന്റെ വായിൽ നിന്ന് ഒരരുളപ്പാട് പോലും വരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ആ ഒരു സീനിൽ, ആ ഒരു ഫ്രെയിമിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. ഇത്ര ശക്തനായ ഒരു പ്രവാചകൻ, ഈ ഒരു പ്രവാചകനെ നമ്മൾ സീനിൽ കാണുന്നില്ല. അദ്ദേഹം എവിടെയാണ്? എന്തുകൊണ്ട് അദ്ദേഹം ശബ്ദിക്കുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹം മിണ്ടുന്നില്ല? ഇതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ ഈ സന്ദേശം നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകി തരട്ടെ. ദൈവത്തിന്റെ ജനമെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ ആ കാലത്തുണ്ട്. യഹോവയുടെ നിയമപ്പെട്ടകം അവിടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും മുറ തെറ്റാതെ നടക്കുന്നുണ്ട്. പക്ഷെ ദൈവം സംസാരിക്കുന്നില്ല, ദൈവശബ്ദമില്ല. ഈ 20 വർഷത്തോളം ഒരു പ്രവാചകന്റെ യാതൊരു കാര്യവുമില്ല, ഒരു റെക്കോർഡ്സും ഇല്ല. അദ്ദേഹം എവിടെയാണ്? സാധാരണഗതിയിൽ ദൈവം ഇടപെടുന്ന, ദൈവശബ്ദം, ദൈവം സംസാരിക്കുന്ന വ്യക്തികൾ ഒന്ന് കൺവിൻസ് ചെയ്യാനെങ്കിലും ശ്രമിക്കാറുണ്ട് മറ്റുള്ളവരെ. നിങ്ങൾ പോകുന്നത് ശരിയല്ല, നിങ്ങൾ മടങ്ങി വരണമെന്നെങ്കിലും പറയാറുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ കാണുന്നു പോലുമില്ല, ഇല്ലേ? അദ്ദേഹം അതിനൊരു ശ്രമവും നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ചിന്തനീയം. ഇപ്പൊ കുറച്ച് പ്രവചനവും കുറച്ച് ശുശ്രൂഷയും അഭിഷേകവും ദൈവശബ്ദവും ഒക്കെ ഉള്ളവര് എന്നിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാനെങ്കിലും ശ്രമിക്കും, മുന്നിലോട്ടെങ്കിലും വരും. പക്ഷെ അതുപോലും അദ്ദേഹത്തിന്റെ പുസ്തകം, അദ്ദേഹത്തിന്റെ പേരിലുള്ള പുസ്തകത്തിൽ പോലും അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇത്രയും വലിച്ചു നീട്ടി ദീർഘമായിട്ട് പറയുന്നത് എൻ്റെ കേൾവിക്കാരുടെ ഉള്ളത്തിലേക്ക് ഈ ഒരു കാര്യത്തിന്റെ ഗൗരവം എത്താനായിട്ടാണ്. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വലിച്ചു നീട്ടുകയല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഞാൻ ഈ പറയുന്ന കാര്യത്തെ ഞാനൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 4, 5, 6 അധ്യായങ്ങളിൽ ദൈവശബ്ദമില്ല, ദൈവം മിണ്ടുന്നില്ല. തൻ്റെ പ്രവാചകനിലൂടെ ദൈവമായിട്ട് അരുളപ്പാടുകൾ അറിയിക്കുന്നുമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, ജനം ദൈവാശ്രയം വിട്ട് പേരിൽ ഇസ്രായേലാണ്, ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ദൈവത്തെ ആവശ്യമില്ല എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആവശ്യമില്ലാത്തവനെ ദൈവത്തിന് ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായി? 2, ദൈവത്തിൻ്റെ ഹിതത്തിലും ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുമല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ദൈവം മിണ്ടത്തില്ല. അതാണ് ദൈവത്തിൻ്റെ ഒരു സ്വഭാവങ്ങളിൽ ഒന്നാണ്. യാക്കോബിന്റെ ലേഖനം പറയുന്നത്, ദൈവത്തോടടുത്ത് വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോടടുത്ത് വരും. ഇരുമനസ്സുള്ളവരെ, നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുക, സങ്കടപ്പെട്ട് കരയുക, വിലപിക്കുക. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ദൈവാശ്രയം നഷ്ടപ്പെട്ടു പോയി, ചടങ്ങിനെല്ലാ കാര്യങ്ങളും ആ സ്ഥലത്ത് നടക്കുമ്പോൾ ഈ ഒരു ദൈവദാസനിലൂടെ ദൈവം മിണ്ടുന്നേയില്ല. അതിന്റെ സംഭവം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നമുക്കറിയാം, ശമൂവേൽ പ്രവാചകന്റെ ആ ഒരു ജനനത്തിന് ശേഷം ഏലിക്ക് 2 മക്കൾ, ഒഫ്നിയും ഫിനെഹാസും. അനുസരണം കിട്ടി ദൈവവഴി വിട്ടു പോയവർ. ഞാൻ മുമ്പ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തു പറ്റി? ശത്രുക്കളുടെ കൈകളിലേക്ക്, ഫെലിസ്ത്യരുടെ കൈകളിലേക്ക് ദൈവം ഇസ്രായേലിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേൽ പെട്ടകം കൊണ്ടുവന്നു. അവർ ഉച്ചത്തിൽ പാളയം കുലുകുമാറെ ആർപ്പിട്ടപ്പോൾ ഫെലിസ്ത്യർ എഴുന്നേറ്റ് വന്ന് ആക്രമിച്ച് കീഴടക്കി പെട്ടകം പിടിച്ചുകൊണ്ടുപോയി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലല്ലാതെ നമ്മൾ നടത്തുന്ന ആരാധനയും പ്രാർത്ഥനയും പോലും ശത്രുവിനെ ഉണർത്താൻ മാത്രമേ ഉതകത്തുള്ളൂ. ഞാനതിനെ വിളിക്കുന്നത് പിശാചിനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്ന പ്രാർത്ഥന എന്നാണ്. ഞാൻ ആ പറയുന്നത് തെറ്റായ അർത്ഥത്തിൽ നിങ്ങൾ എടുക്കരുത്. പിശാചിനെ അല്ലെങ്കിൽ ശത്രുവിനെ എഴുന്നേൽപ്പിക്കുന്ന പ്രാർത്ഥനയായിട്ടാണ്. ഉറങ്ങിക്കിടന്നവനെ എഴുന്നേൽപ്പിക്കുകയാണ്. അതിനപ്പുറത്ത് മറ്റൊരു ഗുണം അതുകൊണ്ടുണ്ടായില്ല. നിങ്ങളെ ഭാഗങ്ങളൊക്കെ 4, 5, 6 അധ്യായങ്ങൾ വായിച്ചു നോക്കുക. അങ്ങനെ എന്ത് ചെയ്തു? ഫെലിസ്ത്യർ വന്ന് പെട്ടകം പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോകുന്നു, ദാഗോന്റെ ക്ഷേത്രത്തിൽ വെക്കുന്നു. ദാഗോൻ എന്ന് പറയുന്ന ദേവൻ, അവന്റെ മുമ്പിൽ യഹോവയാം ദൈവത്തിന്റെ പെട്ടകത്തിന്റെ മുമ്പിൽ കവണ് വീഴുന്നു, പൊട്ടിത്തെറിക്കുന്നു.
അവസാനം ഫെലിസ്തീർക്ക് മൂലക്കുരു അടക്കമുള്ള വലിയ രോഗബാധകൾ ഉണ്ടാകുന്നു. 7 മാസത്തോളം അവര് ആ പെട്ടകം അവിടെ വെച്ചിട്ട് അവർക്കത് സൂക്ഷിക്കാൻ പറ്റാതെ അവരതിനെ തിരിച്ച് ഇസ്രായേലിലേക്ക് പുതിയൊരു കാളവണ്ടിയിൽ കയറ്റി വിടുന്നു. ബേത്ശേമിർ ആ പെട്ടകം കാണുന്നു. ബേത്ശേമിർ ആ പെട്ടകം നോക്കിക്കഴിയുമ്പോൾ ഭയഭക്തി ഇല്ലാത്തത് കൊണ്ട് വലിയ സംഹാരം അവിടെ ഉണ്ടാകുന്നു. 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കിര്യത്ത് യയാരീം നിവാസികളുടെ അരികിലേക്ക് പെട്ടകം എത്തുകയും കുന്നിന്മേലുള്ള അബീനാദാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ശുദ്ധീകരിച്ച് 20 വർഷത്തോളം ആ പെട്ടകം അബീനാദാമിന്റെ വീട്ടിൽ വെക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ആ ചരിത്രം പോകുന്നത്. ആ സമയത്തൊന്നും ദൈവം മിണ്ടുന്നില്ല. മിണ്ടാത്തതിന്റെ കാരണം ദൈവാശ്രയം നഷ്ടപ്പെട്ടു പോയി. ദൈവ വഴികളിലല്ല ജനം ജീവിച്ചത്. അതിനുശേഷമാണ് ശമൂവേൽ ഇസ്രായേലിനോട് സംസാരിക്കുന്നത്. എപ്പോഴാണ് ശമൂവേൽ ഇസ്രായേലിനോട് സംസാരിക്കുന്നത്? 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പെട്ടകം കിര്യത്ത് യയാരീമിൽ ആയിട്ട് ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, 20 സംവത്സരം. ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവയോട് വിലപിച്ചു. അപ്പോൾ ശമൂവേൽ, അങ്ങനെയാണ് ആരംഭിക്കുന്നത്. അവർ കരയാൻ തുടങ്ങിയപ്പോൾ, അവർ വിലപിക്കാൻ തുടങ്ങിയപ്പോൾ ശമൂവേലിലൂടെ യഹോവയാം ദൈവം അരുളപ്പാടുകൾ അറിയിക്കുവാനായിട്ട് തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അനുതാപവും മാനസാന്തരവും ദൈവസന്നിധിയിൽ ഒരു വിധേയത്വവും ഒക്കെ ആവശ്യമാണ്. നികളത്തോടുകൂടെ അല്ല ദൈവത്തിന്റെ അരികിലേക്ക് വരുന്നത്. ആര് ദൈവസന്നിധിയിൽ താഴ്ത്തുന്നോ അവരോടാണ് ദൈവം ഇടപെടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഹെരോദാവ് എന്ന് പറയുന്ന രാജാവ് യേശുവിനോട് ഏറിയ കാര്യം ചോദിച്ചിട്ടും യേശു ഒന്നും മിണ്ടിയില്ല. പക്ഷേ സമാരിറ്റൻ വുമൺ എന്ന് പറയുന്ന ശമരിയക്കാരത്തെ സ്ത്രീയുടെ മുമ്പിൽ യേശു പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാനാണ് മശിഹ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആരുടെയും പൊസിഷനോ പണമോ ഒന്നുമല്ല ദൈവത്തിന് ബാധകം. നമ്മുടെ മനസ്സിന്റെ ഒരുക്കവും നമ്മുടെ സമർപ്പണവുമാണ്. അപ്പം ഇവിടെ അവർ വിലപിക്കാൻ തുടങ്ങി. വിലപിക്കുക എന്ന് പറഞ്ഞാൽ വേറെ വഴിയില്ലാതെ ദൈവത്തിങ്കിലേക്ക് വന്നു. അവരുടെ ആ ഒരു മാനസാന്തരം, അവരുടെ ആ കണ്ണുനീര് ജെനുവിനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പോൾ ശമൂവേൽ, നോക്കുക, അന്നേരമാണ് ശമൂവേൽ ഈ ഒരു സീനിലേക്ക് എത്തുന്നത്. 20 വർഷവും 7 മാസത്തിന് ശേഷമാണെന്ന് നിങ്ങൾ ഓർക്കണം. അദ്ദേഹം അത്രയും നാൾ എന്ത് ശുശ്രൂഷ ചെയ്തു എന്നൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതൊക്കെ പറയാൻ പോയാൽ 1 മണിക്കൂറിലധികം സമയം പോകും. അദ്ദേഹം പിന്മാറ്റത്തിൽ നിന്നും പോയതോ കൃപ വിട്ടുപോയതോ അല്ല. അദ്ദേഹം മിണ്ടാതെ ഇരുന്ന് കാണും. പോകട്ടെ, അതല്ലല്ലോ വിഷയം. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക, അന്യ ദൈവങ്ങളെ നീക്കിക്കളയുക, ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കുക, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ജനം സമ്മതിച്ചു. അങ്ങനെ ജനത്തെ മിസ്പയിലേക്ക് ഒരുമിച്ച് കൂട്ടി ഒരു ദിവസം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അവരുടെ പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞപ്പോൾ ശമൂവേൽ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ശമൂവേൽ പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ഉത്തരമരുളി. 9-ാമത്തെ വാക്യമാണ്. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചു, അപ്പോൾ യഹോവ ഉത്തരമരുളി. അന്നേരമാണ് ദൈവം ഉത്തരമരുളുന്നത്. 20 വർഷത്തിനും 7 മാസത്തിനും ശേഷം ദൈവം ഉത്തരമരുളി. എപ്പോൾ? പാപങ്ങൾ ഏറ്റു പറഞ്ഞപ്പോൾ, ദൈവസന്നിധിയിൽ അനുദപിച്ചപ്പോൾ, ഉപവസിച്ച ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നപ്പോൾ ദൈവം അവരോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് നമ്മൾ കാണുന്നത് ഫെലിസ്തരെ യഹോവയാം ദൈവം കീഴടക്കി കൊടുത്തു എന്ന് മാത്രമല്ല, ഫെലിസ്തർ അപഹരിച്ചു കൊണ്ടുപോയതെല്ലാം ദൈവം അവർക്ക് മടക്കി കൊടുത്ത് ഇങ്ങനെ ഫെലിസ്തീർ ഒതുങ്ങി എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടതെല്ലാം മടക്കിത്തരാനും ശത്രു അപഹരിച്ചു കൊണ്ടുപോയതെല്ലാം മടക്കിത്തരാനും ദൈവത്തിന് പറ്റും. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ ഉടമ്പടിയിലേക്കും ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്കും നാം മടങ്ങി വരേണ്ടതുപോലെ മടങ്ങി വരിക എന്നുള്ളതാണ്. ഇല്ല എങ്കിൽ ദീർഘവർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായി പോകും. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിനോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്ന ആരും യേശു പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കണം. ആ കൽപ്പനകളാണ് രക്ഷിക്കപ്പെടുക. ദൈവത്തിന് സ്തോത്രം. ജലസ്നാനം അതൊരു സഭയുടെ കൽപ്പനയല്ല, ദൈവത്തിന്റെ കൽപ്പനയാണ്. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ പറയാം. കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക. വേർപാടും വിശുദ്ധിയും ജീവിതത്തിൽ ആചരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ആരും പറഞ്ഞതല്ല, സഭ പറഞ്ഞതല്ല, യേശു പറഞ്ഞ വാക്കുകളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ശത്രുവിൻ്റെ കൈകളിൽ ഇരുന്നത് മൊത്തം ദൈവം മടക്കി കൊടുത്തു. വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടരുത്. ദൈവഹിതത്തിന്റെ പാതയിലല്ല ഞാനും നിങ്ങളും പോകുന്നെങ്കിൽ സംവത്സരങ്ങൾ നമുക്ക് നഷ്ടമാകും. അങ്ങനെയുള്ള ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ദുഃഖിക്കാനും വിലപിക്കാനും ഇടയാകരുത്. വെറുതെ ആളുകൾ പറയുന്ന കളിപ്പീരുകളിൽ നിങ്ങൾ വീഴരുത്. വചനത്തെ സത്യസന്ധമായിട്ട് മനസ്സിലാക്കുക. ദൈവത്തിന്റെ ആ ഒരു വേയിലല്ല, ആ പാതയിലല്ല നമ്മൾ പോകുന്നതെങ്കിൽ ദൈവം മിണ്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ദൈവം സംസാരിക്കാത്തത്, അതുകൊണ്ടാണ് ദൈവം മിണ്ടാത്തത്. പൗലോസൊക്കെ കഷ്ടതയ്ക്കകത്തും വേദനയ്ക്കകത്തും പോകുമ്പോഴും തന്നോട് ഇടമുറിയാതെ ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നത് ദൈവഹിതത്തിനനുസരിച്ച് അവരൊക്കെ ജീവിച്ചത് കൊണ്ടാണ്. നമ്മൾ ദൈവഹിതത്തിന്റെ അകത്തല്ല എങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിന്റെ അകത്തല്ലെങ്കിൽ ദൈവം മൗനമായിരുന്ന് മാറി നിൽക്കും, നമ്മൾ മടങ്ങി വരുന്നത് വരെ. ദൈവം പറഞ്ഞ പലതും നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടാതെ പോകും. അതുകൊണ്ട് മടങ്ങി വരിക, അനുദപിക്കുക,
ദൈവസന്നിധിയിലേക്ക് ഈ ദിവസങ്ങളിൽ മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകി തരട്ടെ. ജീവിതത്തിൽ എവിടെയെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ, ദൈവാരാധന കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഇസ്രായേൽ 20 വർഷവും 7 മാസവും അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്ന് മറ്റു പലതിലേക്കും അവർ പോയതുകൊണ്ടാണ് ദൈവം സംസാരിക്കാതെയിരുന്നത്. ദൈവം സംസാരിക്കാത്തതിൻ്റെ കാരണം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അനുഭവിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ കുറവുകളും നമ്മുടെ പാപങ്ങളും ഒക്കെ അതിൻ്റെ അകത്തൊരു പ്രധാന കാരണങ്ങളാണ്. മടങ്ങി വരിക, അനുദപിക്കുക. തീർച്ചയായിട്ടും ദൈവം സംസാരിക്കും. ദൈവം ഇന്നും സംസാരിക്കാൻ വിശ്വസ്തനാണ്. ഈ പുലർച്ചെയും വ്യക്തമായ ഒരു ദൈവശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റത്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ദൈവം ഇന്നും സംസാരിക്കും. ഒറ്റ കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ പാതയിലാണോ? ദൈവം പറയുന്നത് കേൾക്കാൻ ഒരുക്കമാണോ? ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാൻ ഇഷ്ടപ്പെടുന്നു? ഇതാണ് ഒറ്റ കാര്യം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലും അഭേദ്യമായ ബന്ധത്തിലും മുന്നോട്ട് യാത്ര ചെയ്ത് നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.